നമസ്കാരം, ഫാർമായിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 40 കഴിഞ്ഞ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് ആണ്. ആ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് തിരുവനന്തപുരം പൂജപ്പുര ജീവനം നാച്ചുറോപ്പതി ആൻഡ് യോഗ തെറാപ്പി ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ വസുന്ധര മാം ആണ്. പ്രോഗ്രാമിലേക്ക് മാമിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം മാം. നമസ്കാരം മാം. ഇപ്പൊ പൊതുവില് ഒരുപാട് സ്ത്രീകൾക്ക് 40 വയസ്സ് കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതനുസരിച്ചിട്ടുള്ള ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇത് ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു? ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മെനോപോസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ പണ്ടൊക്കെ, അതായത് കുറച്ച് 2-3 വർഷങ്ങൾക്ക് മുന്നേ, അല്ലെങ്കിൽ 2-3 ജനറേഷൻസിന് മുന്നേ, ഇപ്പം നമ്മളുടെയൊക്കെ അമ്മമാരെ എടുത്ത് അവരൊരു 50-55 വയസ്സൊക്കെ ആകുമ്പോഴാണ് അവർ മെനോപോസ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ ഭക്ഷണ രീതിയും നമ്മളുടെ ജീവിതശൈലിയും മാറിയപ്പോൾ അത് കുറച്ച് നേരത്തെയായി. അപ്പൊ ഈ മെനോപോസ് വരുന്നതിന് മുന്നേ ആയിട്ട് ഒരു പ്രീ മെനോപോസൽ സ്റ്റേജ് ഉണ്ട്. അപ്പൊ അത് മുമ്പത്തെ സ്ത്രീകൾക്ക് ഒരു 50 വയസ്സ് തുടങ്ങുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അത് 40, 39, 35 വയസ്സ് കഴിയുമ്പോൾ തന്നെ ആ ബുദ്ധിമുട്ടുകൾ വരും. ശരിക്കും ഈ പ്രീ മെനോപോസൽ സ്റ്റേജ് എന്ന് പറയുന്നത് തന്നെ ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണ്. അപ്പൊ നമുക്കറിയാം, ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ, ഒരു കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ ഇത്ര അണ്ടം, ഇത്ര എക്സ് അല്ലെങ്കിൽ ഇത്ര ഇതുണ്ടെന്നും പറഞ്ഞിട്ടാണ് ജനിക്കുന്നത്. ഇത്ര മില്യൺസ് ആയിരിക്കും. അപ്പൊ അവർക്ക് ഒരു പ്രായപൂർത്തിയാകുന്നത്, ഫസ്റ്റ് പീരീഡ്സ് ആകുന്നത് വരെയും കുറച്ച് റിലീസ് ആകും. അത് മെച്ചോർഡ് ആവത്തില്ല. അപ്പൊ ആദ്യമായിട്ട് ഒരു എഗ് അണ്ടം മെച്ചോർഡ് ആവുകയും അത് റിലീസ് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് മെനാർക്കി, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് പ്രായമാകുന്നത്. അപ്പൊ അന്ന് തൊട്ട് എല്ലാ മാസവും ഓരോ എഗ്ഗായിട്ട് റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഒരു 25-26 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്നു, പിന്നെ കുട്ടികൾ ഉണ്ടാകുന്നു. അപ്പോഴാണ് നമ്മൾ ബീജമായിട്ടുണ്ടായി കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. പിന്നെ അതിന്റെ ആ സമയത്തൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഹോർമോൺ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഈസ്ട്രജൻ ആണ്. അപ്പൊ അതിന്റെ അളവ് കൂടി നമുക്ക് ആ മെച്യൂരിറ്റി അനുസരിച്ച് വരും. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രീ മെനോപോസ് സ്റ്റേജ് ആകുമ്പോൾ ഈ ഈസ്ട്രജനിന്റെ അളവ് മാറും. ഈ അളവിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് കുറഞ്ഞിരിക്കാം. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന മെയിൽ ഹോർമോൺ കൂടി വരും. അപ്പൊ ഇത് എല്ലാം വരുമ്പോൾ ഇത് ഓരോ ഓർഗനെ അഫക്റ്റ് ചെയ്യും. ഈ ആദ്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന തൈറോയ്ഡ് ഓർഗനാണ്, നമ്മളെ കഴുത്തിലുള്ള തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മളുടെ ശരീരം, ആ ഹോർമോണിന്റെ വ്യതിയാനം വരുമ്പോൾ നമുക്ക് നേരെ യൂട്രസ്, നമ്മളുടെ സ്ത്രീകളിലുള്ള യൂട്രസിനെ അത് ബാധിക്കും. അപ്പൊ യൂട്രസിനെ ബാധിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഈസ്ട്രജൻ ഹോർമോണിന്റെ ഒരു കുറവ് ഉണ്ടാകും. ഇത് കാരണം എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിന് നമ്മൾ ഭക്ഷണത്തിൽ കൂടെയും അല്ലാതെയും നമ്മൾ അബ്സോർബ് ചെയ്യേണ്ട വൈറ്റമിൻസ്, മിനറൽസ് ഒന്നും കാര്യമായിട്ട് നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇപ്പൊ കാൽഷ്യം ഡെഫിഷ്യൻസി വരുമ്പം എല്ലുകൾക്ക് ബലക്കുറവ് ഉണ്ടാകും. മെഗ്നീഷ്യം ഡെഫിഷ്യൻസി വരുമ്പോൾ നമുക്ക് ഉറക്കക്കുറവ്, പിന്നെ എന്താ ഞാൻ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്നൊരു സ്റ്റേജിലേക്ക് വരും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് മെയിൻ ആയിട്ട് ഈ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുവരുന്നത്. അപ്പൊ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അവർ മാനേജ് ചെയ്യണം, വീട്ടുകാര്യവും ഓഫീസ് വർക്കും. അപ്പൊ അവർക്കൊരു ഓവർലോഡ് ആയിട്ട് വരും. സ്ട്രെസ്ഫുൾ, അതാണ് അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത സ്ട്രെസ്ഫുൾ സ്റ്റേജിലായിട്ട് വരികയും അത് അപ്പോഴും അവരത് ഗവനിക്കത്തില്ല, അവരെന്തെയും മൈൻഡ് ചെയ്യത്തില്ല. എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ അവർ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകും. ഒരു സ്റ്റേജ് എത്തുമ്പോൾ അവരെ കൈവിട്ടു പോകും. ആ സമയമാകുമ്പോൾ മാക്സിമം എല്ലാ വൈറ്റമിൻസും ഭയങ്കരമായിട്ട് ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും. വൈറ്റമിൻ ഡി ഒക്കെ നോക്കിയാൽ ചിലപ്പോൾ 8 കാണത്തുള്ളൂ. ഹോർമോൺസ്, ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യുമ്പോൾ ഭയങ്കര മുടി കൊഴിച്ചിൽ, വളരെ ജനറലായിട്ട് പറയുന്ന സിംറ്റംസ് ആണ്. എനിക്ക് ഉറക്കമില്ല, ശരീരം ഭയങ്കര വേദനയാണ്, എന്തോ പിടിച്ച് മുറുക്കി വെച്ചിരിക്കുന്ന പോലത്തെ ഫീലിംഗ് ആണ്, പിന്നെ എനിക്ക് തലവേദന ഇടയ്ക്കിടയ്ക്ക് വരും, മുടി കൊഴിച്ചിൽ, എല്ലാ എണ്ണയും മാറി മാറി ഉപയോഗിച്ചു മുടി കൊഴിച്ചിലുണ്ട്, ബ്ലോട്ടിങ്, ഗ്യാസ്, ഭയങ്കരമായിട്ട് ഗ്യാസ് ഫോർമേഷൻ വരും, പീരീഡ്സ് ഇറഗുലർ ആണ്. അപ്പൊ പീരീഡ്സ് ഇറഗുലർ ആകുമ്പോൾ ഒരു 40 ആയുള്ളൂ, അപ്പൊ മെനോപോസ് ആകുന്നില്ലല്ലോ. ഇത്രയാണ് കോമൺ ആയിട്ട് വരുന്ന സിംറ്റംസ്. ഇതിനോടൊപ്പം ഇവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇപ്പൊ വീണിട്ട് നടുവേദനയോ അല്ലെങ്കിൽ ശ്വാസകോശത്തിന് റെസ്പിറേറ്ററി സിംറ്റംസ് എന്തെങ്കിലും ഓൾറെഡി കൊച്ചിലേ ഉള്ളത്, അല്ലെങ്കിൽ ഡൈജഷൻ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ട്, അതെല്ലാം കൂടെ ഫ്ലെയർ അപ്പ് ആവും, എല്ലാം അങ്ങ് കൂടും. അപ്പൊ ഇവർക്ക് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് മെയിൻ ആയിട്ടും ഒരു 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ മെയിൻ ആയിട്ട് കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഡോക്ടർ, അതുപോലെ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ട് ഇവർക്ക് ഉണ്ടാകുന്ന ക്ഷീണം, തളർച്ചയൊക്കെ അവരുടെ ഒരു പ്രൊഫഷനെ എങ്ങനെയായിരിക്കും ബാധിക്കുക?
ഇപ്പോൾ നല്ലൊരു ഉറക്കം എല്ലാവർക്കും ആവശ്യമാണ്, സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും. അപ്പോൾ നല്ലൊരു ഉറക്കം കിട്ടാതെ വരുമ്പോൾ നെക്സ്റ്റ് ഡേ പിറ്റേ ദിവസം നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടത്തില്ല, ഒരു ഉണർവുണ്ടാവില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ജോലികൾ അതുപോലെ ഹെക്ടിക്കായിട്ടുള്ള ജോലിയായിരിക്കും. ഇപ്പോൾ സ്ത്രീയെ സംബന്ധിച്ച് രാവിലെ എണീറ്റ് ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്ത് കുറച്ചെങ്കിലും വീട്ടിലെ കുറേ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്തിട്ട് വേണം നമ്മൾ ഇറങ്ങുന്നത്. ഒരു 9 മണി 10 മണിക്ക് മുമ്പ് ഓഫീസിൽ കയറണം. അവിടെ ചെല്ലുമ്പോൾ അതിനെക്കാട്ടിയും വർക്ക് ലോഡായിരിക്കും. അവിടെ ഫിസിക്കലി വർക്ക് ലോഡിനെക്കാട്ടിയും നമ്മൾ മെന്റലി വർക്ക് ലോഡായിരിക്കും കൂടുതൽ. അപ്പൊ രാവിലെ നമുക്ക് സാധാരണ ഒരു ജോലി ഇല്ലാത്തൊരു വീട്ടമ്മയാണെങ്കിൽ വീട്ടമ്മ എന്ത് ചെയ്യും, കുറച്ച് അടുക്കളപ്പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തിട്ട് കുറച്ചവർക്ക് റെസ്റ്റ് എടുക്കാൻ സമയം ഉണ്ടാവും. പക്ഷെ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീക്ക് അതുണ്ടാവില്ല. അവര് കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ 6 മണി അല്ലെങ്കിൽ 4 മണിക്ക് എണീക്കുന്ന സ്ത്രീകളും ഉണ്ട്. അത് തൊട്ട് വൈകുന്നേരം വരെ അവര് ജോലി ചെയ്യുന്നുണ്ട്. തിരിച്ചു വന്ന് ആ രാവിലത്തെ പാത്രം കഴുകി ഉറങ്ങുമ്പോൾ 12 മണി ആകുന്നവരുണ്ട്. അവ ശരീരത്തിന്റെ അത്രയും സമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മസിലുകളാണ്. ഈ മസിലുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പം മനുഷ്യന് റെസ്റ്റ് വേണ്ടത് പോലെ തന്നെയാണ് അവയവങ്ങൾക്കും റെസ്റ്റ് വേണം. അപ്പൊ അവർക്ക് അവയവങ്ങൾക്ക് കിട്ടേണ്ട റെസ്റ്റ് കിട്ടുന്നില്ല, വിശ്രമം കിട്ടുന്നില്ല. അപ്പൊ എന്ത് പറ്റും, നമ്മൾ ഈ പമ്പ് ഒരു ജനറേറ്റർ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്ന പോലെ, പമ്പിങ് സിസ്റ്റം ചെയ്യുന്ന പോലെ ശരീരം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഒരു സ്റ്റേജ് എത്തുമ്പോൾ എന്ത് പറ്റും, ഇതിന്റെ നെല്ലിപ്പലകയാവും. അപ്പം ശരീരം തന്നെ എന്ത് ചെയ്യും, വേറെ ആൾക്കാരിൽ നിന്ന് കടം മേടിക്കുന്ന പോലെ അവർക്ക് എനർജി ഇല്ല, മറ്റ് അവയവങ്ങളിൽ നിന്ന് എനർജി എടുക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ക്ഷീണം ഉണ്ടാകും. അപ്പൊ ക്ഷീണം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നു, ഞാൻ വളരെ പ്രിപ്പയർഡാണ്, ഫ്രഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരത്തെ മുന്നേ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും ഞാനൊരു ഒന്ന് റിലാക്സ് ചെയ്തിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ കണ്ടിന്യൂസ് ഒരു വർക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നതെങ്കിൽ എനിക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോട് പറയാൻ പറ്റണം എന്നില്ല. അപ്പൊ ക്ഷീണം എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ബ്രെയിനിന് ആവശ്യമുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവിയലോ സാമ്പാറോ ഒന്നുമല്ല, ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് ആണ് ബ്രെയിനിന്റെ എനർജി. അപ്പൊ അത് എനർജി എങ്ങനെ ഗ്ലൂക്കോസ് എന്ന ഫോമിലായിരിക്കണം എനർജി കിട്ടുന്നത്. ഇത് ഗ്ലൂക്കോസ് പൊടിയല്ല, ഗ്ലൂക്കോസിന്റെ ഫോമിൽ വേണം എനർജി കിട്ടാൻ. അപ്പൊ അത് അവർക്ക് കിട്ടുന്നെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്ന ഓക്സിജനാണ്. നമ്മൾ ശ്വാസത്തിൽ കൂടെ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജനാണ്. അപ്പൊ ആ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ക്ഷീണം വരും. സിമ്പിൾ എക്സാമ്പിൾ, നമ്മൾ 1 മണിക്കൂർ ക്ലാസ് ഇരിക്കുന്നു ഒരു സാറിന്റെ ക്ലാസ്സിൽ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കോട്ടുവായിടും. ആ കോട്ടുവായെന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഓക്സിജൻ എടുക്കണം, എടുത്ത് ദീർഘനിശ്വാസത്തിലെടുത്ത് അത് ബ്ലഡിൽ കൂടെ ഇത് പോയി പിന്നെ ബ്രെയിനിൽ എത്തണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാകുന്നത്. അതൊന്നും ക്ഷീണത്തിന്റെ ഒരു റീസൺ അതാണ്. ഇപ്പൊ ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടുന്നില്ല, അത് ഉത്പാദിപ്പിക്കേണ്ട ആവശ്യമുള്ള മറ്റു സാധനങ്ങളും കിട്ടുന്നില്ല. ഒന്ന് ഞാൻ പറഞ്ഞു ഓക്സിജന്റെ കുറവ്. അപ്പൊ നമ്മുടെ ശ്വാസത്തിൽ കൂടെ അത് കിട്ടുന്നില്ല എന്നല്ല, എടുക്കുന്ന എമൗണ്ട് തികയുന്നില്ല. ഇപ്പൊ ഇത്ര ml പെർ മിനിറ്റ് എടുക്കേണ്ടത് നമ്മളൊരു 100 ml എക്സാമ്പിൾ ആണ്, 100 ml എന്ന് വെച്ചോളൂ. പക്ഷെ എടുക്കുന്ന സംഭവം വളരെ കുറവായിരിക്കും. അപ്പൊ ബോഡിക്ക് പലർക്കും വീതിച്ചു കൊടുക്കണം. രണ്ടാമത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മിനറൽസിന്റെ ഡെഫിഷ്യൻസി, ഈ മിനറൽ ഡെഫിഷ്യൻസി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോകുന്നു, ഒരു മുടി കൊഴിച്ചിലുള്ള ഒരു വ്യക്തിക്ക് ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ ഹീമോഗ്ലോബിൻ ഏകദേശം നോർമൽ ആയിരിക്കും, ഒരു 9-10 ഒക്കെ ആയിരിക്കും. 12 ആണ് നമുക്ക് വേണ്ടത്, അവർക്ക് 9-10 വരെ. കുഴപ്പമില്ല, 12 വേണം, കുറച്ച് മാതളം കഴിച്ചോളൂ, ഡേറ്റ്സ് കഴിച്ചോളൂ എന്നും എല്ലാരും പറയും. നമ്മൾ പോയി കിലോ കണക്കിന് മാതളം കഴിക്കുന്നു, ഡേറ്റ്സ് കഴിക്കുന്നു, ഒരു രക്ഷയില്ല. സംഭവം എന്തെന്ന് വെച്ചാൽ ഈ ഹീമോഗ്ലോബിന്റെ ലെവല് ഇത് ചെയ്യുന്നത് തീരുമാനിക്കുന്ന ഫെറിറ്റിൻ എന്ന് പറയുന്ന അയൺ കണ്ടന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫെറിറ്റിനെ റീപ്ലേസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഹീമോഗ്ലോബിൻ കൂടത്തുള്ളൂ. 2 രീതിയിൽ ഹീമോഗ്ലോബിൻസ് കുറയാം. അതായത് നോർമലി ഭക്ഷണം കഴിക്കാത്ത ഒരു വ്യക്തിക്ക് കുറയാം, അവർ ഭക്ഷണം കഴിച്ചാൽ കൂടും. അതേസമയം നോർമലി ഭക്ഷണം കഴിക്കുന്നു എന്നിട്ട് ഈ കണ്ടന്റ് കുറയുന്നു. അപ്പൊ ഫെറിറ്റിൻ എന്തുകൊണ്ടാണ് കുറയുന്നത്? ശരീരത്തിൽ മറ്റ് മിനറൽസിന്റെ ഡെഫിഷ്യൻസീസ് കൊണ്ടാണ്. ഇപ്പൊ നമ്മളിപ്പോ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അത് അബ്സോർബ് ചെയ്യണമെങ്കിൽ ആ ഡെഫിഷ്യൻസി വരുന്നത് കൊണ്ടാണ് അത് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഫെറിറ്റിന് നമ്മൾ മാറ്റും. അപ്പൊ രണ്ടാമത്തെ ക്ഷീണം അതായി. പിന്നെ മൂന്നാമതെന്ന് പറയുന്നത് ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ റെസ്റ്റ് ഇല്ല, ബ്രെയിനിന്റെ ബുദ്ധിമുട്ട്, ഫെറിറ്റിന്റെ അളവ് കുറവായിരിക്കും. അതുപോലെ മെഗ്നീഷ്യം, വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഹോർമോൺ. ഇപ്പൊ നിങ്ങള് ഒരു ഭൂരിഭാഗം ആൾക്കാരുടെ ഹോർമോൺ ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും അവർക്ക് വൈറ്റമിൻ ഡി കുറവായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളെ നാട്ടിൽ ഇത്രയും സൂര്യപ്രകാശം ഉണ്ടല്ലോ എന്നുള്ളത്. ഈ സൂര്യപ്രകാശമല്ല, സൂര്യപ്രകാശത്തിൽ തന്നെ
നമ്മൾ അൾട്രാ വയലറ്റ് റേസ് ഉണ്ട്, അതിന്റെ ഒരു ഫ്രീക്വൻസി ഓഫ് റേസിൽ മാത്രമേ ശരീരത്തിൽ ഇത് കൺവേർഷൻ നടക്കുകയുള്ളൂ. ആ കൺവേർഷൻ നടക്കാത്തത് കൊണ്ടാണ്, കാരണം എല്ലാവരും AC റൂമിലാണ് വർക്ക് ചെയ്യുന്നത്, വെളിയിൽ ഇറങ്ങുന്നുണ്ട്, നമ്മളെ വണ്ടിക്കകത്ത് AC യിലാണ്, വീട്ടിൽ വന്നാലും വീട്ടിന്റെ അകത്താണ്, നമ്മൾ ഹെവിലി പ്രൊട്ടക്റ്റഡ് ആണ് സൺലൈറ്റിൽ നിന്ന്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് റീസൺ ആണ്. ഇപ്പൊ കോമൺ ആയിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് കഴിക്കുന്നു, അത് സ്റ്റോപ്പ് ചെയ്യുന്നു, ഒരു 2-3 മാസം കഴിഞ്ഞ് തിരിച്ച് ഈ അവസ്ഥയിൽ തന്നെ വരും. അപ്പൊ ഈ വൈറ്റമിൻ ഡിയുടെ കൂടെ തന്നെ നമ്മൾ മറ്റ് പല മിനറൽസിന്റെ ടെസ്റ്റുകളും ചെയ്തു നോക്കണം. അപ്പൊ ഒരു പരിധി വരെ നമുക്ക് ഈ ക്ഷീണമൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞു ശരീരവേദന, ടൈറ്റ് ആയിട്ടൊരു ബ്ലൗസ്, ഇപ്പൊ എന്റെ ബ്ലൗസ് എനിക്ക് കംഫർട്ടബിൾ ആണ്, ഇഷ്യൂ ഇല്ല, എനിക്ക് വളരെ കംഫർട്ടബിൾ ആണ്. ആ സമയം ഞാൻ ഇറുകിയ ഒരു ബ്ലൗസോ അല്ലെങ്കിൽ ഇറുകിയ ഒരു ഡ്രസ്സോ നമ്മൾ ഇടുമ്പോൾ നമുക്ക് ടൈറ്റ്നെസ് ഫീൽ ചെയ്യില്ലേ? അതേപോലെ നമ്മളെ ശരീരത്തിനെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന ഒരു ലെയർ ഉണ്ട്, അത് നമ്മൾ ഫേഷ്യ എന്ന് പറയും. അത് മസിലിനൊക്കെ മുകളിൽ തൊലിക്കൊക്കെ അടിയിലായിട്ട് ഫേഷ്യ എന്ന് പറയും. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഫേഷ്യ കയറി അങ്ങ് ടൈറ്റ് ആവും, വെള്ളം കുറയുമ്പോൾ, വെള്ളം കൂടുമ്പോൾ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കൂടുമ്പോൾ ഈ ഫേഷ്യ കയറി ടൈറ്റ് ആവുകയും, ഈ ഫേഷ്യ കാരണം എന്ത് പറ്റും, നമുക്ക് ഇങ്ങനെ ഇറുകിയ ഒരു ഡ്രസ്സ് ഇടുന്ന അതേ ഒരു അവസ്ഥ വരും. അതാണ് ഈ ശരീരവേദന പോവാത്തത്. അപ്പൊ ഇവരെന്തെന്ന് വെച്ചാൽ മസാജ് ചെയ്യുമ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടും. വണ്ണം നോക്കുമ്പോൾ നിനക്ക് എന്ത് പറ്റി ഇത്രയും വണ്ണം കൂടുതൽ, ആക്ച്വലി അത് വണ്ണം ആയിരിക്കില്ല, നീരെന്ന് പറയും, നമ്മൾ ഇൻഫ്ലമേഷൻ എന്ന് പറയും. അപ്പൊ ഈ ഇൻഫ്ലമേഷൻ ആണ് നമ്മൾ കുറയ്ക്കേണ്ടത്. അതിന് നമ്മൾ അതിൻ്റെതായ ചിട്ടയായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ വേണം കഴിക്കാൻ. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഈ നീര് മാറിക്കോളും.